ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2310. ഏപ്രിൽ മാസം 28-ാം തീയതി 118-ാമത്തെ ദിവസത്തിലെത്തി. യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രലോഭനം ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടി തേടിയെത്തുന്നുണ്ടെന്ന്. ആദ്യത്തേത് മരുഭൂമിയിൽ വെച്ചുണ്ടായ പരീക്ഷകളില്, പരിശോധനകളില് ആദ്യത്തെ ഇനിമില്ലേ, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കി മാറ്റുക. ഇതൊന്നും കൂടി ഇന്ന് ആവർത്തിക്കുന്നുണ്ട് കേട്ടോ. കല്ലുകളെ അപ്പമാക്കി മാറ്റാനല്ലെന്നേ ഉള്ളൂ, നീ ദൈവപുത്രനാണെന്ന് തെളിയിക്കുക. അതിനാണല്ലോ പ്രാധാന്യം. കല്ലുകൾ അപ്പമായി മാറുന്നതിനല്ല പ്രാധാന്യം, നീ ദൈവപുത്രനാണെന്ന് തെളിയിക്കുക. പിശാചിന്റെ പ്രലോഭനമായിരുന്നു ആദ്യത്തേത്. മരുഭൂമിയിലെ 40 ദിവസത്തെ കഠിനമായ ഉപവാസത്തിന് ശേഷമായിരുന്നു. നീ ദൈവപുത്രനാണെങ്കിൽ കല്ലുകൾ അപ്പമാക്കി മാറ്റുക. രണ്ടാമത്തേത് പീഡാനുഭവത്തിന്റെ അവസാന മുഹൂർത്തമാണ്. ക്രൂശിൽ കിടക്കുന്ന യേശുവിനോടാണ്. കുരിശിന്റെ ചുവട്ടിലൂടെ കടന്നുപോയ ആരൊക്കെയോ ആളുകളാണ് ആവശ്യപ്പെടുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. മരുഭൂമിയിലെത്തുന്ന പിശാചും കുരിശിന്റെ ചുവട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളും ആവശ്യപ്പെടുന്നത് ഒന്നു തന്നെയാണ്, ഒരത്ഭുതം പ്രവർത്തിച്ച് ദൈവപുത്രനാണെന്ന് തെളിയിക്കാൻ. പ്രലോഭനങ്ങളിലെ ഏറ്റവും വലിയ പ്രലോഭനമാണിത്. യേശുവിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന സാധകരും ഇങ്ങനെയൊരു പ്രലോഭനത്തെക്കുറിച്ച് വേണ്ടത്ര ജാഗ്രതയിലല്ല. തങ്ങൾ ആരെങ്കിലുമാണെന്ന് ഒന്ന് തെളിയിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെടുമ്പോൾ എത്ര വേഗമാണ് ഇറങ്ങിപ്പുറപ്പെടുന്നത്. ദൈവപുത്രനല്ലേ യേശു? അതെ. അങ്ങനെയാണ് പിന്നെ അത് തെളിയിക്കുന്നതിൽ എന്താ ഇത്ര തെറ്റ്? ഏതൊരാളും ആവഴിക്കാവും ചിന്തിക്കുക. ദൈവപുത്രനാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് യേശുവിന്റെ തന്നെ ദൗത്യ നിർവഹണത്തിന്റെ അവശ്യ ഭാഗം തന്നെയാണ്. ദൈവപുത്രനാണെന്ന് അറിഞ്ഞാലേ പാപികളും രോഗികളും തന്നെ തേടി വരികയുള്ളൂ. അരികിൽ വന്നെങ്കിലല്ലേ ക്ഷമിക്കാനും സുഖപ്പെടുത്താനും നേർവഴി പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിക്കുക. അതുകൊണ്ടാണ് ഈ പ്രലോഭനത്തിൽ ആരും വീണു പോകാറുള്ളത്. പിശാച് മർമ്മം നോക്കി കൗശലം പ്രയോഗിക്കുക. നീ ആരാണെന്ന് തെളിയിക്കുക. താൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് യേശുവിന് വ്യക്തമായി കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 2 സന്ദർഭങ്ങളിലും ഈ പ്രലോഭനത്തിൽ തട്ടിത്തടഞ്ഞ് ക്രിസ്തുയേശു വീണു പോകാഞ്ഞത്. താൻ ദൈവപുത്രനാണെന്ന് എങ്ങനെ വെളിപ്പെടുത്തണമെന്ന് യേശുവിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമ്മളുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എന്ത് കാഴ്ചയും കാഴ്ചപ്പാടുമുള്ളത്, എന്ത് വ്യക്തതയുള്ളത്? ഒന്ന് സ്വയം പരിശോധിപ്പാനായിട്ട് നല്ല പുലരി നമുക്ക് വിനിയോഗിക്കാം. ആമേൻ.